പുഴക്കരയിലെ ചെമ്മൺപാത അവസാനിക്കുന്നിടത്താണ് റഷീദിന്റെ വീട്. വീടെന്നു പറഞ്ഞാൽ കാലവർഷത്തെ അതിജീവിക്കാൻ പാടുപെടുന്ന 4 ചുമരുകൾ. ഒലമെഞ്ഞ മേൽക്കൂരയിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചുകെട്ടിയിട്ടുണ്ട്. മഴ തോർന്നിട്ടും മേൽക്കൂരയിലെ വിടവുകളിലൂടെ അരിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികൾ നിലത്ത് ചെറിയ കുഴികൾ തീർത്തിരുന്നു. അകത്തു ഉമ്മയുടെ ചുമയുടെ ശബ്ദം നേർത്തുവന്നു. ദിവസങ്ങളായി പനിച്ചുവിറയ്ക്കുന്ന ആ ശരീരം ക്ഷീണിച്ചിരുന്നു. റഷീദ് ഉമ്മയുടെ നെറ്റിയിൽ തൊട്ടു. തീക്കനൽ പോലെ പൊള്ളുന്നു. അവന്റെ കുഞ്ഞു മനസ്സ് പിടഞ്ഞു. ബാപ്പയുടെ മുഖം നിസ്സഹായത കൊണ്ട് വിളറിയിരുന്നു. കയ്യിലുണ്ടായിരുന്ന അവസാന രൂപയ്ക്കും മരുന്നു വാങ്ങിയിട്ട് ദിവസങ്ങളായി. ബാപ്പ, ഉമ്മാക്ക് സുഖമില്ല. അവൻ ശബ്ദം താഴ്ത്തിപ്പറഞ്ഞു. ബാപ്പ ഒന്നും മിണ്ടിയില്ല. ആ കണ്ണുകളിലെ ശൂന്യത റഷീദിന് വായിച്ചെടുക്കാമായിരുന്നു. ദാരിദ്ര്യം എന്ന വാക്കിന്റെ അർത്ഥം അവൻ പഠിക്കുന്നത് പുസ്തകങ്ങളിൽ നിന്നായിരുന്നില്ല, സ്വന്തം വീട്ടിലെ അടുപ്പിൽ തീ പുകയാത്ത ദിവസങ്ങളിൽ നിന്നായിരുന്നു. അവന് 10 വയസ്സായിരുന്നു പ്രായം. മദ്രസയിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി. പക്ഷേ ഇപ്പോൾ അവന്റെ ചിന്തകളിൽ സൂറത്തുകളോ പ്രാർത്ഥനകളോ ഉണ്ടായിരുന്നില്ല. ഉമ്മയുടെ വേദനിക്കുന്ന മുഖം മാത്രം. അപ്പോഴാണ് ജബ്ബാറിക്കയുടെ ശബ്ദം പുറത്തു കേട്ടത്. ബാപ്പയുടെ ജ്യേഷ്ഠനാണ്. അവരുടെ പറമ്പിന്റെ അതിർത്തിയിൽ തന്നെയാണ് താമസം. അലിയെ, എടാ അലിയെ. ബാപ്പ മടിയോടെ പുറത്തേക്ക് ചെന്നു. റഷീദ് വാതിലിന്റെ മറവിൽ നിന്ന് നോക്കി. എന്താ ജബ്ബാറിക്ക? അല്ല, നിന്റെ കെട്ടിയോളുടെ ഒച്ചയൊന്നും കേൾക്കാനില്ലല്ലോ. തീരെ വയ്യേ? വല്ല വൈദ്യരെയും കാണിച്ചൂടെ? ആ ചോദ്യത്തിൽ സഹതാപത്തേക്കാൾ പരിഹാസത്തിന്റെ ചുവയായിരുന്നു. കയ്യിലൊന്നുമില്ലിക്ക. ബാപ്പയുടെ ശബ്ദം നേർത്തു. ഓ, കയ്യിലില്ലാഞ്ഞിട്ടാണോ? പണിയെടുക്കാൻ മടിച്ചിരുന്നാൽ പിന്നെങ്ങനെയാ കയ്യിൽ കാശു വരുന്നത്? ജബ്ബാറിക്ക പുച്ഛത്തോടെ ചിരിച്ചു. വെറുതെ പടച്ചോനെ പഴിചാരിയിരുന്നോ? ആ വാക്കുകൾ റഷീദിന്റെ നെഞ്ചിൽ തറച്ചു. അവന്റെ കണ്ണുകളിൽ ദേഷ്യമിരമ്പി. പക്ഷേ അവനൊന്നും പറഞ്ഞില്ല. നിസ്സഹായത അവനെ നിശബ്ദനാക്കി. അന്ന് രാത്രി ഉമ്മയുടെ ചുമ കൂടി. ശ്വാസമെടുക്കാൻ അവർ പ്രയാസപ്പെട്ടു. ആ രാത്രി റഷീദിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉമ്മയുടെ ഓരോ ഞരക്കവും അവന്റെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കി. എങ്ങനെയെങ്കിലും കുറച്ച് പണം വേണം. ഡോക്ടറെ കാണിക്കണം. ആ ചിന്ത അവന്റെ ഉറക്കം കെടുത്തി. പ്രഭാതത്തിന്റെ നേർത്ത വെളിച്ചം പരന്നപ്പോൾ അവന്റെ മനസ്സിൽ ഒരു രൂപം തെളിഞ്ഞു. ഇബ്രാഹിം ഉസ്താദ്, പള്ളിയിലെ ഉസ്താദ്. എപ്പോഴും പുഞ്ചിരിക്കുന്ന ശാന്തനായ ആ മനുഷ്യൻ. ഒരുപക്ഷേ ഉസ്താദിന് സഹായിക്കാൻ കഴിഞ്ഞേക്കും. ആ ഒരൊറ്റ പ്രതീക്ഷയിൽ അവൻ പള്ളിയിലേക്ക് നടന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയിരുന്നു. പള്ളിയുടെ തൂണും ചാരി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു റഷീദ്. അവന്റെ നിറഞ്ഞ കണ്ണുകളും പേടിച്ചരണ്ട മുഖവും ഇബ്രാഹിം ഉസ്താദ് ശ്രദ്ധിച്ചു. അദ്ദേഹം സാവധാനം അവന്റെ അടുത്തേക്ക് വന്നു. എന്താ റഷീദെ ഇവിടെ നിൽക്കുന്നത്? വീട്ടിൽ പോയില്ലേ? ഉസ്താദിന്റെ ശബ്ദം ശാന്തമായിരുന്നു. ആ ചോദ്യം കേട്ടതും റഷീദിന്റെ നിയന്ത്രണം വിട്ടു. അവൻ വിതുമ്പിക്കരഞ്ഞുപോയി. വാക്കുകൾ കിട്ടാതെ അവൻ ഉമ്മയുടെ അവസ്ഥ പറയാൻ ശ്രമിച്ചു. അവന്റെ കണ്ണുനീരിൽ നിന്ന് ആ പിതാവിന് എല്ലാം മനസ്സിലായി. ഇബ്രാഹിം ഉസ്താദ് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുനിന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വന്തം മകൾ ഫാത്തിമയുടെ മുഖം തെളിഞ്ഞു. അടുത്തയാഴ്ച അവളുടെ ചെറിയൊരു ആവശ്യത്തിനായി മാറ്റിവെച്ച പണമാണ് കയ്യിലുള്ളത്. പക്ഷേ ഈ കുഞ്ഞിന്റെ കണ്ണുനീരിനു മുന്നിൽ അതിനേക്കാൾ വലിയ ആവശ്യമെന്താണ്? അദ്ദേഹം തന്റെ പഴയ ജുബ്ബയുടെ കീശയിൽ കൈയിട്ടു. അതിലുണ്ടായിരുന്ന നോട്ടുകൾ എണ്ണി. 500 രൂപ. അന്നത്തെ കാലത്ത് അതൊരു വലിയ തുകയാണ്. ഒരു സാധാരണ മദ്രസ അധ്യാപകന് അത് ഒരാഴ്ചത്തെ വരുമാനമാണ്. അദ്ദേഹം ഒരു മടിയും കൂടാതെ ആ പണം റഷീദിന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു. ഇത് പിടിക്ക്, വേഗം ഉമ്മാനെ ആശുപത്രിയിൽ കൊണ്ടുപോ. അല്ലാഹു എല്ലാം ശരിയാക്കും. നീ പ്രാർത്ഥിക്ക്. റഷീദ് അവിശ്വസനീയതയോടെ ആ നോട്ടുകളിലേക്കും ഉസ്താദിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നന്ദി പറയാൻ വാക്കുകൾ കിട്ടാതെ അവൻ ആ മുഖത്തേക്ക് നോക്കി നിന്നു. ഒന്നും പറയണ്ട, വേഗം ചെല്ല്. ഉസ്താദ് അവന്റെ തലയിൽ തലോടി. ആ പണം നെഞ്ചോട് ചേർത്ത് വീട്ടിലേക്കോടുമ്പോൾ റഷീദിന്റെ മനസ്സിൽ ആ മുഖം ഒരു പ്രകാശം പോലെ നിറഞ്ഞു. ഈ ലോകത്ത് നന്മ പറ്റിയിട്ടില്ലെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. ഈ കടം തനിക്ക് വീട്ടാൻ കഴിയുമോ? അറിയില്ല. പക്ഷേ ഈ മുഖം, ഈ നന്മ താൻ ഒരിക്കലും മറക്കില്ലെന്ന് ആ കുഞ്ഞുമനസ്സുറപ്പിച്ചു. ആ പണം ഒരു അനുഗ്രഹം പോലെയായിരുന്നു. ബാപ്പ റഷീദിനെയും കൂട്ടി ഉമ്മയെ പട്ടണത്തിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ മരുന്ന് നൽകി. 2 ദിവസം ആശുപത്രിയിൽ കിടത്തേണ്ടി വന്നു. ഉസ്താദ് തന്ന പണം അതിനെല്ലാം തികഞ്ഞു. ഉമ്മയുടെ അസുഖം കുറഞ്ഞു തുടങ്ങിയപ്പോൾ റഷീദിന്റെ മുഖത്തും ചിരിവിടർന്നു. വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ഡോക്ടറുടെ വാക്കുകൾ ബാപ്പയെയും റഷീദിനെയും ഒരുപോലെ ചിന്തിപ്പിച്ചു. നല്ല ഭക്ഷണവും വിശ്രമവുമാണ് ഇനി വേണ്ടത്.
ഈ സാഹചര്യത്തിൽ ജീവിച്ചാൽ അസുഖങ്ങൾ ഇനിയും വരും. റഷീദിന് കാര്യം മനസ്സിലായി. ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാതെ ഉമ്മാക്ക് പൂർണ്ണമായ ആരോഗ്യം കിട്ടില്ല. താൻ എന്തെങ്കിലും ചെയ്യണം. പഠനം തുടരാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഉമ്മയുടെ മുഖമോർക്കുമ്പോൾ മറ്റൊന്നും വലുതായി തോന്നിയില്ല. ഒരു ദിവസം അവൻ ബാപ്പയോട് പറഞ്ഞു, ബാപ്പ, ഞാൻ ബോംബെക്ക് പോകട്ടെ. അത് കേട്ട് ബാപ്പ ഞെട്ടി. എന്തിന്? നിനക്ക് പഠിക്കേണ്ടേ? പഠിക്കാം. പക്ഷേ അതിലും വലുത് ഉമ്മാക്ക് ഒരു കുറവും വരാതെ നോക്കുന്നതല്ലേ. ഞാൻ അവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് പണമയക്കാം. നമുക്ക് നല്ലൊരു വീട് വെക്കണം. അവന്റെ പ്രായത്തിൽ കവിഞ്ഞ പക്വത കണ്ടപ്പോൾ ആ പിതാവിന്റെ കണ്ണു നിറഞ്ഞു. മകനെ പിരിഞ്ഞിരിക്കുന്നതോർത്ത് വേദനയുണ്ടായിരുന്നെങ്കിലും അവന്റെ തീരുമാനത്തിൽ ഒരു ശരിയുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. ഗ്രാമം വിടുന്നതിനു മുൻപ് റഷീദ് ഇബ്രാഹിം ഉസ്താദിനെ കാണാൻ പോയി. അവൻ പോകുന്ന കാര്യം പറഞ്ഞു. നല്ല കാര്യമാണ് നീ ചിന്തിക്കുന്നത്. പക്ഷേ എവിടെ പോയാലും പടച്ചോനെ മറക്കരുത്. സത്യസന്ധമായി ജീവിക്കണം. നിനക്ക് നല്ലത് വരും. ഉസ്താദ് അവന്റെ നെറുകയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയും മനസ്സിൽ സൂക്ഷിച്ചുവെച്ച നന്മയുടെ ഓർമ്മയുമായി റഷീദ് വണ്ടി കയറി. തിരക്കേറിയ അപരിചിതമായ നഗരത്തിലേക്ക്. അതൊരു തുടക്കമായിരുന്നു. കഷ്ടപ്പാടുകളുടെ അതിജീവനത്തിന്റെ ഒടുവിൽ വിജയത്തിന്റെ. മുംബൈ എന്ന മഹാനഗരം അവനെ സ്വീകരിച്ചത് കാതടപ്പിക്കുന്ന ശബ്ദങ്ങളോടെയും ഒഴുകുന്ന ജനസഞ്ചയത്തോടെയുമാണ്. ഗ്രാമത്തിലെ ശാന്തതയിൽ നിന്ന് വന്ന അവന് അതൊരു പുതിയ ലോകമായിരുന്നു. വിശാലമായ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുമ്പോൾ എങ്ങോട്ട് പോകണമെന്നോ എന്തു ചെയ്യണമെന്നോ അവനറിയില്ലായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ചെറിയ തുക അതിവേഗം തീർന്നു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ തെരുവോരങ്ങളിലാണ് അവൻ കഴിച്ചുകൂട്ടിയത്. വിശപ്പെന്താണെന്ന് അവൻ ശരിക്കുമറിഞ്ഞു. ഓരോ നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി അലഞ്ഞു. പലയിടത്തും ജോലി ചോദിച്ചു. ചെറിയ പ്രായവും മെലിഞ്ഞ ശരീരവും കണ്ട് പലരും അവനെ തിരിച്ചയച്ചു. ചിലരുടെ കണ്ണുകളിലെ പുച്ഛം അവന്റെ ഹൃദയത്തിൽ കൊണ്ടു. രാത്രികളിൽ നഗരത്തിന്റെ വെളിച്ചത്തിനു കീഴെ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ അവൻ ഉമ്മയെയും ബാപ്പയെയും ഓർത്തു. എല്ലാം ഉപേക്ഷിച്ച് തിരികെ പോയാലോ എന്ന് പലവട്ടം ചിന്തിച്ചു. പക്ഷേ അപ്പോഴെല്ലാം ഉസ്താദിന്റെ മുഖം മനസ്സിൽ തെളിയും. സത്യസന്ധമായി ജീവിക്കണം. നിനക്ക് നല്ലതു വരും. ആ വാക്കുകൾ അവന് ധൈര്യം നൽകി. ഒടുവിൽ ധാരാവിയിലെ ഒരു ചെറിയ ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലി അവന് ലഭിച്ചു. തുച്ഛമായ ശമ്പളം. പക്ഷേ 3 നേരം ഭക്ഷണം കിട്ടും. ഹോട്ടലിന്റെ പിന്നിലെ ചെറിയ മുറിയിൽ തലചായ്ക്കാം. അതവനു വലിയൊരാശ്വാസമായിരുന്നു. രാവും പകലും അവൻ ജോലി ചെയ്തു. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ. അവന്റെ സത്യസന്ധതയും കഠിനാധ്വാനവും ഹോട്ടലുടമയായ സേഡ് ശ്രദ്ധിച്ചു. പതിയെ പതിയെ അവൻ ഹോട്ടലിലെ വിശ്വസ്തനായ ജോലിക്കാരനായി മാറി. കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം എല്ലാ മാസവും അവൻ വീട്ടിലേക്ക് അയച്ചുകൊടുത്തു. വർഷങ്ങൾ കടന്നുപോയി. റഷീദ് ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്. ഒരു ദിവസം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരാൾ റഷീദിനെ പ്രത്യേകം ശ്രദ്ധിച്ചു. അത് കേളുനായറായിരുന്നു, നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു തുണി വ്യാപാരി. റഷീദിന്റെ പെരുമാറ്റത്തിലെ വിനയവും കണക്കുകളിലെ കൃത്യതയും അദ്ദേഹത്തെ ആകർഷിച്ചു. അദ്ദേഹം റഷീദിനെക്കുറിച്ച് സേഠിനോട് അന്വേഷിച്ചു. അവൻ പാവപ്പെട്ടവനാണ്, പക്ഷേ സ്വർണം പോലെ ശുദ്ധനാണ് സാബ്, സേഡ് പറഞ്ഞു. കേളുനായർ അന്ന് റഷീദിനോട് സംസാരിച്ചു. നിനക്കെന്റെ കൂടെ ജോലിക്ക് വരാമോ? എന്റെ തുണിക്കടയിൽ. ഇതിലും നല്ല ശമ്പളം ഞാൻ തരാം. റഷീദിന് വിശ്വസിക്കാനായില്ല. അവൻ സമ്മതം മൂളി. അതൊരു പുതിയ തുടക്കമായിരുന്നു. തുണികളുടെ ലോകം അവൻ വേഗത്തിൽ പഠിച്ചു. കച്ചവടത്തിന്റെ തന്ത്രങ്ങൾ അവൻ സ്വായത്തമാക്കി. അവന്റെ കഠിനാധ്വാനം കൊണ്ട് കേളുനായരുടെ കച്ചവടം പച്ചപിടിച്ചു. അദ്ദേഹം റഷീദിനെ ഒരു ജോലിക്കാരനായല്ല, സ്വന്തം മകനെപ്പോലെയാണ് കണ്ടത്. റഷീദ് കൂടുതൽ പണം വീട്ടിലേക്ക് അയച്ചു തുടങ്ങി. ബാപ്പ കടങ്ങളെല്ലാം വീട്ടി. ഓലമേഞ്ഞ വീടിന്റെ സ്ഥാനത്തോടിട്ട ഒരു ചെറിയ വീടുയർന്നു. ഈ സമയത്ത് ഗ്രാമത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുകയായിരുന്നു. ഇബ്രാഹിം ഉസ്താദിന്റെ മകൾ ഫാത്തിമ വളർന്നു സുന്ദരിയായ ഒരു യുവതിയായി. അവൾക്ക് അയൽപ്പക്കത്തെ പാവപ്പെട്ട ചെറുപ്പക്കാരനായ ജമാലുമായി ഇഷ്ടത്തിലായിരുന്നു. നല്ല സ്വഭാവവും അധ്വാനശാലിയുമായ ജമാലിനെ ഉസ്താദിനും ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരു വിവാഹം നടത്തിക്കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി അദ്ദേഹത്തിനില്ലായിരുന്നു. അതേസമയം പള്ളി കമ്മിറ്റിയിൽ പുതിയ ആളുകൾ വന്നു. പണവും പ്രതാപവുമുള്ള അവർക്ക് ഉസ്താദിന്റെ പഴയ രീതികളോട് പുച്ഛമായിരുന്നു. അവർ അദ്ദേഹത്തെ പുകച്ചു പുറത്തു ചാടിക്കാൻ ശ്രമിച്ചു. ശമ്പളം മനഃപൂർവ്വം വൈകിപ്പിച്ചു. ചെറിയ തെറ്റുകൾക്ക് പോലും പരസ്യമായി ശാസിച്ചു. ഉസ്താദെല്ലാം സഹിച്ചു. മുംബൈയിൽ റഷീദ് വളരുകയായിരുന്നു. കേളുനായർക്ക് പ്രായമായപ്പോൾ അദ്ദേഹം തന്റെ ബിസിനസ് റഷീദിനെ ഏൽപ്പിച്ചു. റഷീദിന്റെ കയ്യിൽ കച്ചവടമെത്തിയതോടെ അതിന്റെ രൂപം മാറി. ചെറിയ തുണിക്കട ഒരു വലിയ ടെക്സ്റ്റൈൽ സാമ്രാജ്യമായി വളർന്നു. ആർ.കെ. ഗ്രൂപ്പ് എന്ന പേരിൽ അവൻ സ്വന്തം കമ്പനി തുടങ്ങി. ഗ്രാമത്തിലെ റഷീദ് ഇന്ന് ഇന്ത്യയിലെ അറിയപ്പെടുന്ന കോടീശ്വരന്മാരിൽ ഒരാളാണ്. തിരക്കിട്ട ജീവിതത്തിനിടയിൽ അവന്റെ ഗ്രാമത്തിലേക്കുള്ള വരവ് കുറഞ്ഞു. പണം മുടങ്ങാതെ അയച്ചുകൊടുക്കും, ഫോണിൽ സംസാരിക്കും.
പക്ഷെ പഴയ റഷീദ് എവിടെയോ നഷ്ടപ്പെട്ടുപോയിരുന്നു. ചില രാത്രികളിൽ തന്റെ വലിയ ബംഗ്ലാവിന്റെ ബാൽക്കണിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പുഴയും പള്ളിയും ഉസ്താദിന്റെ മുഖവുമെല്ലാം ഒരു നേർത്ത വേദനയായി അവന്റെ മനസ്സിൽ വരും. പക്ഷേ പിറ്റേന്ന് രാവിലെ പുതിയ ബിസിനസ് മീറ്റിംഗുകളുടെ തിരക്കിലേക്ക് അവൻ വീണ്ടും ഊളിയിടും. ഗ്രാമത്തിൽ ഇബ്രാഹിം ഉസ്താദിന്റെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി. പുതിയ കമ്മിറ്റിയൊടുവിൽ അദ്ദേഹത്തെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പ്രായമായ അദ്ദേഹത്തിന് മറ്റെവിടെയും ജോലി കിട്ടിയില്ല. കയ്യിലുണ്ടായിരുന്ന അവസാന സമ്പാദ്യവും കൂട്ടി ഒരു ബന്ധുവിന്റെ കൂടെ ചെറിയൊരു കച്ചവടം തുടങ്ങി. പക്ഷേ ആ ബന്ധു അദ്ദേഹത്തെ ചതിച്ചു, സകലതും നഷ്ടപ്പെട്ടു. ഇതിനിടയിൽ ഫാത്തിമയുടെയും ജമാലിന്റെയും വിവാഹം ഉറപ്പിച്ചു. എന്നാൽ ജമാലിന്റെ വീട്ടുകാർ സ്ത്രീധനത്തിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ തുടങ്ങി. മകളുടെ വിവാഹം മുടങ്ങുമെന്ന അവസ്ഥ വന്നപ്പോൾ ആ പിതാവ് തകർന്നുപോയി. ഒടുവിൽ തെരുവിലിറങ്ങി യാചിക്കേണ്ടി വന്നു, തന്റെ മകളുടെ ജീവിതത്തിനുവേണ്ടി, അവളുടെ സന്തോഷത്തിനുവേണ്ടി. വർഷങ്ങൾക്ക് ശേഷം ഒരു വെള്ളിയാഴ്ച ദിവസം റഷീദ് ഗ്രാമത്തിലേക്ക് തിരിച്ചു. എന്തുകൊണ്ടോ പഴയ ഓർമ്മകൾ അവനെ വല്ലാതെ അലട്ടി. ഒരു കുറ്റബോധം അവന്റെ മനസ്സിനെ വേട്ടയാടി. തന്റെ കറുത്ത മെഴ്സിഡസ് ബെൻസ് ഗ്രാമത്തിലെ പൊടിനിറഞ്ഞ വഴികളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അവൻ ജനിച്ചു വളർന്ന നാടിന്റെ മാറ്റങ്ങൾ നോക്കിക്കണ്ടു. അവൻ നേരെ പോയത് പള്ളിയിലേക്കാണ്. പഴയ ഓർമ്മകൾ അയവിറക്കി ആ തൂണും ചാരി അല്പനേരം നിൽക്കണം. പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ അവിടെയൊരു ചെറിയ ആൾക്കൂട്ടം. വെള്ളിയാഴ്ചയിലെ തിരക്കാണെന്ന് അവൻ ആദ്യം കരുതി. കാറിൽ നിന്നിറങ്ങി മുന്നോട്ടു നടന്ന അവന്റെ കണ്ണുകൾ ആ കാഴ്ചയിൽ ഉടക്കിനിന്നു. പള്ളിയുടെ ഗേറ്റിനരികിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തലകുനിച്ച് ഒരു വൃദ്ധൻ യാചിക്കുന്നു. ആളുകൾ എറിഞ്ഞുകൊടുക്കുന്ന ചില്ലറത്തുട്ടുകൾക്ക് മുന്നിൽ കൈനീട്ടുന്ന ആ രൂപം. റഷീദിന്റെ കാലുകൾ നിലത്തുറച്ചുപോയി. അവന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചു. കാലം ഒരുപാട് ചുളിവുകൾ വീഴ്ത്തിയിരിക്കുന്നു. കണ്ണുകളിലെ പ്രകാശം കെട്ടുപോയിരിക്കുന്നു. ശരീരം ക്ഷീണിച്ച് ശോഷിച്ചിരിക്കുന്നു. പക്ഷേ ആ മുഖം അവന് മറക്കാൻ കഴിയില്ല. ഇബ്രാഹിം ഉസ്താദ്. അവന്റെ തല കറങ്ങുന്നതുപോലെ തോന്നി. ഒരു വശത്ത് കോടികളുടെ സാമ്രാജ്യത്തിൽ ജീവിക്കുന്ന താൻ, മറുവശത്ത് തന്റെ ജീവൻ രക്ഷിച്ച, ജീവിതം തിരികെത്തന്ന മനുഷ്യൻ ഒരു നേരത്തെ അന്നത്തിനുവേണ്ടി യാചിക്കുന്നു. ലജ്ജയും ദുഃഖവും ദേഷ്യവും കൊണ്ട് അവന്റെ ശരീരം വിറച്ചു. റഷീദ് ഒരുവിധം സ്വയം നിയന്ത്രിച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ ഉസ്താദിന്റെ അടുത്തേക്ക് നടന്നു. അവനൊന്നും സംസാരിച്ചില്ല. അവന്റെ വിലകൂടിയ വസ്ത്രങ്ങളും ഭാവവും കണ്ട് ആളുകൾ വഴിമാറി. അവൻ ഉസ്താദിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. എന്താ മോനെ വേണ്ടത്? തലയുയർത്താതെ ഉസ്താദ് ചോദിച്ചു. റഷീദിന് വാക്കുകൾ കിട്ടിയില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇടറുന്ന ശബ്ദത്തിൽ അവൻ വിളിച്ചു, ഉസ്താദേ. ആ വിളിയിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു ഓർമ്മ. ഉസ്താദ് പതിയെ തലയുയർത്തി നോക്കി. വിലകൂടിയ വസ്ത്രം ധരിച്ച് കണ്ണീരോടെ തന്റെ മുന്നിലിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ആരാണ്? ഉസ്താദേ, ഇത് ഞാനാണ്, റഷീദ്, നിങ്ങളുടെ റഷീദ്. ആ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെയാണ് ഉസ്താദ് കേട്ടത്. അദ്ദേഹം അവിശ്വസനീയതയോടെ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഓർമ്മകളുടെ താളുകൾ അതിവേഗം മറിഞ്ഞു. 10 വയസ്സുകാരനായ പേടിച്ചുവിറച്ച ആ കുട്ടിയുടെ മുഖം ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഉസ്താദിന്റെ കണ്ണുകൾ വിടർന്നു, ചുണ്ടുകൾ വിറച്ചു. സന്തോഷവും സങ്കടവും അത്ഭുതവും ഒരുമിച്ചു വന്നപ്പോൾ അദ്ദേഹവും കരഞ്ഞുപോയി. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. ചുറ്റും നിന്നവർക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ ആ രംഗം കണ്ട പലരുടെയും കണ്ണുകൾ നനഞ്ഞു. റഷീദ് ഉസ്താദിനെയും കൂട്ടി തന്റെ കാറിൽ കയറി. പോകുന്ന വഴിക്ക് ഉസ്താദെല്ലാം പറഞ്ഞു. പള്ളിക്കമ്മിറ്റിയുടെ ദ്രോഹവും ബന്ധുവിന്റെ ചതിയും മകളുടെ കല്യാണവുമെല്ലാം. എല്ലാം കേട്ടപ്പോൾ റഷീദിന്റെ കണ്ണുകളിൽ ദേഷ്യമാളിക്കത്തി. ആദ്യം അവൻ പോയത് ജമാലിന്റെ വീട്ടിലേക്കാണ്. റഷീദ് ആരാണെന്നറിഞ്ഞപ്പോൾ സ്ത്രീധനം ചോദിച്ചവരെല്ലാം നിശബ്ദരായി. ഫാത്തിമ എന്റെ പെങ്ങളാണ്. അവളുടെ വിവാഹം ഈ നാട്ടിലെ ഏറ്റവും വലിയ ആഘോഷമായി ഞാൻ നടത്തും. പണമല്ല, പരസ്പര സ്നേഹമാണ് വലുതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവന്റെ വാക്കുകൾക്ക് മുന്നിൽ അവർ തലകുനിച്ചു. പിന്നീട് അവൻ ജബ്ബാറിക്കയെ പോയി കണ്ടു. കോടീശ്വരനായി മുന്നിൽ നിൽക്കുന്ന റഷീദിനെ കണ്ടപ്പോൾ ജബ്ബാറിക്കയുടെ മുഖം വിളറിവെളുത്തു. റഷീദ് ഒന്നും പറഞ്ഞില്ല. ആ നോട്ടം മാത്രം മതിയായിരുന്നു അയാൾക്ക് മറുപടിയായി. പള്ളിക്കമ്മിറ്റിയോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് റഷീദിന് അറിയാമായിരുന്നു. അവരുമായി വഴക്കിടാനോ തർക്കിക്കാനോ അവൻ പോയില്ല. പകരം ഗ്രാമത്തിലെ പത്രക്കാരെ വിളിച്ചുകൂട്ടി ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ഈ ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്കായി എന്റെ പിതാവിനെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന ഇബ്രാഹിം ഉസ്താദിന്റെ പേരിൽ ഞാനൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിക്കുന്നു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു കമ്മ്യൂണിറ്റി ഹാൾ, ഒരു സൗജന്യ ക്ലിനിക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം എന്നിവ അതിന്റെ ഭാഗമായി ഉണ്ടാകും. ആ വാർത്ത ഗ്രാമത്തിൽ കാട്ടുതീ പോലെ പടർന്നു. ഉസ്താദിനെ പുറത്താക്കിയ കമ്മിറ്റിക്കാർ ജനങ്ങളുടെ മുന്നിൽ അപമാനിതരായി. റഷീദിന്റെ പ്രതികാരം അതായിരുന്നു, നന്മ കൊണ്ടുള്ള പ്രതികാരം.
ഫാത്തിമയുടെ വിവാഹദിവസം ഗ്രാമത്തിനൊരു ഉത്സവമായിരുന്നു. നാട്ടിലെ ഓരോ വീട്ടിൽ നിന്നും ആളുകൾ ആ കല്യാണത്തിൽ പങ്കെടുത്തു. പന്തലിന്റെ ഒരറ്റത്ത് നിറഞ്ഞ കണ്ണുകളോടെ അഭിമാനത്തോടെ ഇബ്രാഹിം ഉസ്താദ് നിന്നു. അതിഥികളുടെ തിരക്കൊഴിഞ്ഞപ്പോൾ റഷീദ് ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ വിറയ്ക്കുന്ന കൈകൾ തന്റെ കൈകൾക്കുള്ളിലാക്കി. "ഇതൊന്നും എന്റെ ഔദാര്യമല്ല ഉസ്താദേ," റഷീദ് പറഞ്ഞു തുടങ്ങി. അവന്റെ ശബ്ദം ഇടറിയിരുന്നു. "വർഷങ്ങൾക്ക് മുൻപ് ഇരുട്ടിൽ വഴിയിൽ നിന്ന് എനിക്ക് മുന്നിൽ നിങ്ങൾ നീട്ടിയ ആ 500 രൂപയുണ്ടല്ലോ, അതിന്റെ പലിശയും പലിശയുടെ പലിശയും കൂട്ടിയാൽ പോലും ഇതിന്റെ ഒരംശമാകില്ല. ഇത് നിങ്ങൾ അന്ന് പാകിയ നന്മയുടെ വിളവെടുപ്പാണ്. ആ നന്മയാണ് എന്നെ ഞാനാക്കിയത്." ആ വാക്കുകൾ കേട്ട് ആ സ്നേഹത്തിനു മുന്നിൽ ആ പിതാവിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. അത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു.